മോർണിംഗ് ലവ്ലി പീപ്പിൾ. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ മൂത്ത കുരിപ്പ് എന്നോട് പറയാ, എല്ലാവരും ഗുഡ് മോർണിംഗ് ആണല്ലോ പറയണേ, നിങ്ങൾ എന്താ ഗുഡ് ഈവനിങ് പറഞ്ഞ് തുടങ്ങണേന്ന്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ പറയാറ്. എങ്ങനെ 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 ഹായ് ഹൈർ, കുറച്ച് ദിവസമായി ഈ പുള്ളിനെ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം, സുഖല്ലേ? 1.5 ആഴ്ചയായിട്ട് ഇവിടെ ഇടിവെട്ടും പെരുമഴയാർന്ന്. ഗവൺമെൻറ് തണ്ടർ സ്റ്റോം അലേർട്ട് വരെ കൊടുത്തു. ഇന്നാണ് ഒരു ഇച്ചിരി വെട്ടം കണ്ടത്. ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് ദിസ് ന്യൂസിലൻഡ് വെതർ. എപ്പോൾ വേണമെങ്കിലും കളം മാറിച്ചോട്ടാം. അത് പുള്ളിയുടെ ഒരു ശീലം, സ്ഥിരം പതിവ്. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, ആരോ സെൻസർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചാൽ അപ്പം മഴ പെയ്യും. അത് വിടും. ഇപ്പം ഈ തുള്ളിച്ചാടി പോണത് മാർക്കറ്റ് പ്ലേസിൽ ഒരു സാധനം കണ്ടിട്ട് അത് എടുക്കാൻ പോണ പോക്കണം. പക്ഷെ ആരും പേടിക്കണ്ട, ഞാൻ പറയാറില്ലേ, ഞങ്ങൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും 3G ആവാറുന്ന്. ആട് കിടന്നോർത്ത് പൂട പോലും ഇല്ല എന്ന് പറയണ പോലെ ഞങ്ങൾ വരുന്ന പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അവർ വീടും പൂട്ടി എങ്ങോട്ടോ പോയി. പക്ഷെ ഞങ്ങൾ തോറ്റു കൊടുക്കുമെന്ന് ആരും വിചാരിക്കരുത്. ആ വിഷമം തീർക്കാൻ ഞങ്ങൾ നേരെ വിട്ടത് ഹോസ്പൈസിലേക്കാണ്. ഇനി അവിടെ നിന്ന് വല്ല ആക്രിയും കിട്ടിയാലോ. ആഴ്ചയിലൊരിക്കൽ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷവും കിട്ടില്ല. ഹായ്, ഇതേ ഒരു ജീവനില്ലാത്ത കോഴിയും ഒരു ജീവനുള്ള കോഴിയും. കഴിഞ്ഞില്ലേ? സന്തോഷമായ പോവാ? ഒരു ആശ്വാസമായില്ലേ? എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു ആശ്വാസം ഇല്ലെന്ന്. എന്നാ വാ, ഇത് നമ്മളെന്തിട്ട് ചെയ്യാൻ പോണേ? അടുത്ത ആക്രിക്കട കയറാൻ പോകണം. പിന്നെ കുറേ തെണ്ടി തിരിഞ്ഞറിഞ്ഞ് പാർക്കിംഗ് ഇല്ലാണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വിശന്ന പണ്ടാറടങ്ങിയായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തോന്ന്. ഒരിക്കലുമില്ല. ഒരമ്മാമേനെ കണ്ട് പിടിച്ച് മണിയടിച്ച് ഈ ടീപ്പോയി സ്വന്താക്കിയതിന് ശേഷം മാത്രമേ ദീ കാണുന്ന മുതൽ നിലത്ത് നിന്നോളൂ. ബട്ട് ഐ വുഡ് സേ ഇറ്റ്സ് എ വർത്ത് പർച്ചേസ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.